സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനുള്ള ഷാലോമിൻ്റെ ഒരു പഠന സംരംഭമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളതായിരുന്നു. അമ്മ നമ്മുടെ ജീവിതവുമായി വളരെയധികം വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മയുടെ, ദൈവജനനിയായ പരിശുദ്ധ അമ്മയുടെ ദൈവമാതാവായ ജീവിത സാഹചര്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. വിശ്വാസ ജീവിതത്തിൽ അതെപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ചർച്ചകൾ നയിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീകാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് കൊന്നക്കാട് സെൻറ് മേരീസ് സൺഡേ സ്കൂളിലെയും പുഞ്ച സെൻറ് തോമസ് സൺഡേ സ്കൂളിലെയും സൺഡേ സ്കൂൾ അധ്യാപകരാണ്. നിങ്ങളെയും വളരെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചർച്ചയും ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ എല്ലാ പ്രേക്ഷകരെയും, പ്രത്യേകിച്ചും മതബോധന ഗ്രന്ഥത്തോടു കൂടിയിരുന്ന് പഠിക്കുകയും ഇന്ന് ഞങ്ങളോടൊപ്പം ചിന്തിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ചർച്ച നയിക്കുന്നതിന് വേണ്ടി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ പുഞ്ച സൺഡേ സ്കൂളിലെ മെൽബിൻ സാറാണ്. സാർ ചോദിക്കും. അച്ഛാ, നമ്മുടെ തിരുസഭയുടെ വിശ്വാസം അനുസരിച്ച് വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് മറിയം നിത്യകന്യകയാണെന്ന്. എന്നാൽ നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഈശോയ്ക്ക് വേറെ സഹോദരന്മാരുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറിയം നിത്യകന്യക എന്ന് പറയുന്നതിനെ പറ്റി അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? മാതാവിന് വേറെ മക്കളുണ്ടായിരുന്നു എന്നാണ് ചോദ്യം, അല്ലേ? അതെ. ഈശോയുടെ സഹോദരന്മാര് എന്നുള്ള പദം ബൈബിളിലുണ്ടോ? ശരിയാ. മർക്കോസിൻ്റെ 6:3 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ കൃത്യമായി പറയുന്നുണ്ട് യേശുവിൻ്റെ സഹോദരന്മാർ ആരൊക്കെയാണ്? യാക്കോബ്, യോസെ, യൂദ, ശമയോൻ. ഇതൊക്കെ യേശുവിൻ്റെ സഹോദരന്മാരാണ്, അല്ലേ? ഈ സഹോദരന്മാരാരാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അദൽഫോയി എന്നാണ്. അദൽഫോയി എന്ന് ഗ്രീക്കിൽ പറഞ്ഞാൽ സഹോദരന്മാർ എന്നർത്ഥമുണ്ട്. അത് സ്വന്തം സഹോദരൻ എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ രക്തബന്ധത്തിൽപ്പെട്ട സഹോദരങ്ങൾ എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാം. അബ്രാഹവും ലോത്തും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ, അതല്ല എങ്കിൽ ഒരമ്മയ്ക്ക് തന്നെ പിറക്കാത്ത യാക്കോബിൻ്റെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെ ഈ സഹോദരങ്ങൾ അദൽഫോയി എന്ന അതേ പദം തന്നെയാണ് ആരുപയോഗിക്കുന്നത്? സെപ്ത്വജിന്ത് ബൈബിൾ, ഗ്രീക്ക് ബൈബിൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഭാഷാപരമായി പരിശോധിച്ചാൽ അദൽഫോയി എന്ന വാക്കിന് ഒരിക്കലും സ്വന്തം മാതാപിതാക്കൾക്ക് പിറന്ന സഹോദരങ്ങൾ എന്ന നിർബന്ധം ഇല്ല. അത് മിക്കവാറും എനിക്കറിയാവുന്ന ഒരു ഭാഷയിലും അങ്ങനെ ഒരു നിർബന്ധമില്ല. മലയാളത്തിലുണ്ടോ? മലയാളത്തിൽ നമ്മൾ സഹോദരങ്ങൾ, ഇവനെൻ്റെ സഹോദരനാണ് എന്ന് പറയുമ്പോൾ അമ്മമാർ, ചേട്ടത്തി, അനിയത്തിമാരാണെങ്കിലും നമ്മൾ പറയുക എന്താണ്? സഹോദരങ്ങളാണ്. അപ്പൻ ചേട്ടാനിയന്മാരുടെ മക്കളെയും നമ്മൾ എങ്ങനെയാണ് പറയുക? സഹോദരങ്ങൾ എന്നാണ് പറയുക. വാസ്തവത്തിൽ അങ്ങനെ ആയിക്കൂടെ എന്നൊരു സംശയം മാത്രം ഇവിടെ ഉന്നയിക്കുന്നു. അങ്ങനെ ആകാമല്ലോ. ഓക്കെ. ഇനി വീണ്ടും ഇതേ മർക്കോസ് തന്നെ പറയുന്നുണ്ട്. 6:3 സഹോദരങ്ങളുടെ പേര് പറഞ്ഞ മർക്കോസ് 15:40 പറയുകയാണ്, യേശുവിൻ്റെ കുരിശിൽ നിന്ന് ദൂരെ മാറി നിന്ന സ്ത്രീകളുടെ കഥ പറയുമ്പോൾ പറയുന്നുണ്ട്. ദൂരെ മാറി നിൽക്കുന്ന ആരാണ്? മഗ്ദലനാക്കാരി മറിയവും യാക്കോബ്, യോസെ തുടങ്ങിയവരുടെ അമ്മയായ മറിയവും സെബദീ പുത്രന്മാരുടെ അമ്മയും എവിടെയുണ്ട്? കുരിശിൽ നിന്ന് ദൂരെ മാറി നോക്കി നിൽക്കുന്ന സ്ത്രീകളാണവർ, അല്ലേ? അതേസമയം ഈശോയുടെ അമ്മയും യോഹന്നാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് കുരിശിൻ്റെ ചുവട്ടിലുണ്ട് എന്നുള്ളതും വ്യക്തം. ദൂരെ മാറി നിൽക്കുന്ന സ്ത്രീകളെ പറഞ്ഞപ്പം പറഞ്ഞു യാക്കോബ്, യോസെ തുടങ്ങിയവരുടെ അമ്മയായ മറിയം. ഒരേ സുവിശേഷകനെ എഴുതുന്നതെന്ന് വിചാരിക്കുക.
യാക്കോബും യോസേയും യേശുവിൻ്റെ അമ്മയ്ക്ക് പിറന്ന മക്കളാണ് എന്ന് പറഞ്ഞ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള വചനം എഴുതിയ അതേ മർക്കോസ് തന്നെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ആ തെറ്റ് തിരുത്തിയിട്ടുണ്ട്. എവിടെയാണ് ആ തെറ്റിദ്ധാരണയ്ക്കുള്ള ആർക്കേലും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് സുവിശേഷകൻ തന്നെ എഴുതി വെച്ച് 15:40 എന്താണ്? യേശുവിൻ്റെ സഹോദരന്മാരായി പറയപ്പെട്ട യാക്കോബിൻ്റെയും യോസേയുടെയും അമ്മ മറ്റൊരു മറിയമാണ് എന്ന്. ഈ മറ്റൊരു മറിയം എന്ന് പറഞ്ഞ ആരാ? അത് മത്തായി സുവിശേഷകനെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്, മറ്റേ മറിയം അല്ലേ? ഒരു മറിഞ്ഞ പേരായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ വായനയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, മറ്റേ മറിയം അല്ലേ? ഉത്ഥാനത്തിൻ്റെ മഗ്ദലന മറിയവും മറ്റേ മറിയവും കല്ലറയിൽ കരയാൻ പോയി. ഇതെന്ത് മറിയമാണ് ഈ മറ്റേ മറിയം? അത് യഹൂദ പാരമ്പര്യം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മറ്റേ മറിയം എന്ന് പറയുന്ന പദപ്രയോഗത്തിനൊരു അർത്ഥമുണ്ട്. അതായത് ഈ സഹോദരങ്ങൾ ആരാണെന്ന് വ്യക്തമായി സുവിശേഷത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ വാദം. ഈ മറ്റേ മറിയത്തിൻ്റെ മക്കളാണിവർ. ഇതാരായി മറ്റേ മറിയം? പരിശുദ്ധ കന്യകാമറിയം യോവാക്കീമിൻ്റെ മകളായിരുന്നു അല്ലേ? അമ്മ അന്നാമ്മയായിരുന്നു എന്നും ബൈബിളിൽ പറയുന്നു അല്ലേ? സഭാ പാരമ്പര്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ പലതിലുമുള്ള വ്യക്തമായ വിവരണം ഇതാണ്. യോവാക്കീമിന് പ്രായാധിക്യത്തിൽ ലഭിച്ച ഭാര്യയാണ് അന്ന. യോവാക്കീം, പരിശുദ്ധ മറിയം ജനിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് യോവാക്കീം മരിച്ചുപോയി. ചെറുപ്പക്കാരിയായ അന്നാമ്മയെ വീണ്ടും വിവാഹം ചെയ്തു. ആ വിവാഹത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമ്മ ആയ അന്നാമ്മയ്ക്ക് മക്കളുണ്ടായി. 5 മക്കൾ ജനിച്ചു എന്നാണ് പറയുന്നത്. ആ 5 മക്കളിലെ ആ രണ്ടാം വിവാഹത്തിൽ, അന്നാമ്മയുടെ രണ്ടാം വിവാഹത്തിൽ 5 മക്കൾ ജനിച്ചു എന്നും ആ 5 മക്കളിലെ ഏറ്റവും മൂത്തവനാണ് സെബദി. ഈ സെബദിയുടെ മകനാണ് യോഹന്നാൻ. നിങ്ങൾക്കറിയാം അല്ലേ? കുരിശെ വെച്ച് ഈശോ യോഹന്നാന് മറിയത്തെ ഭരമേൽപ്പിച്ചു കൊടുക്കുന്നു അല്ലേ? വേറെ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ അമ്മേനെ വല്ലവരും കൊണ്ടുപോകുമോ? ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ മകൻ അല്ലെ ഒരു അമ്മയുടെ മകൻ മരിക്കാറായി. ഉടനെ 5-6 പിള്ളേരുള്ള ആ അമ്മയെ നാട്ടുകാരെടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് ഞങ്ങൾ ഈ അമ്മയെ നോക്കിക്കോളാൻ പോകും. അങ്ങനെ കൊണ്ടുപോകുമോ? ഇല്ല. ബോധമുണ്ടെങ്കിൽ സുബോധമുണ്ട് ചെയ്യുമോ? ഇല്ല. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സെബദിയുടെ മകനാണ് യോഹന്നാനെങ്കിൽ കുരിശേ വെച്ച് ഈശോ യോഹന്നാന് മറിയത്തെ ഭരമേൽപ്പിക്കുമ്പോൾ ഓർക്കുക, അത് വെറുതെ പോയൊരു വഴിപോക്കനെ ഏൽപ്പിച്ചതല്ലത്. ഈ യോഹന്നാൻ പരിശുദ്ധ അമ്മയ്ക്ക് ആരാണ്? തൻ്റെ സഹോദര പുത്രൻ തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ അർത്ഥ സഹോദരനാണ് ആര്? സെബദിയുടെ പുത്രൻ അമ്മയ്ക്ക് സ്വന്തം മകനെ പോലെ തന്നെ. അതുകൊണ്ടാണ് ഈശോ യോഹന്നാന് ഭരമേൽപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അല്ലേ? ഇനി ഈ സെബദിയുടെ സഹോദരിയായൊരു മറിയം ഉണ്ടായിരുന്നു എന്നാണ് പാരമ്പര്യം. എന്തുകൊണ്ടാണ് ഈ മറിയം, 2 മറിയം ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു മറിയത്തിന് മറ്റേ മറിയം എന്ന പേര് വരുള്ളൂ? മനസ്സിലാവുക? അത് നമ്മളിവിടെ മാമോദിസായ്ക്ക് പേരിടുന്ന അതേ രീതിയിൽ തന്നെയാണ് യഹൂദരുടെ നാട്ടിലും പേരിടുന്നത്. നമ്മുടെ പേരിടുന്ന രീതി കഴിഞ്ഞാൽ ആദ്യത്തെ കൊച്ചാണാണെങ്കിൽ വല്യപ്പൻ്റെ പേരിടും, അപ്പൻ്റെ പേര്. ആദ്യത്തെ കൊച്ച് പെണ്ണാണെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ പേരിടും ഇല്ലേ? അങ്ങനെ വീണ്ടും പെൺകൊച്ചുണ്ടായാൽ അമ്മയുടെ പേരിടും. ഇനി അപ്പൻ്റെ അമ്മയുടെ പേരും മറിയോന്നാണ്, അമ്മയുടെ പേരും മറിയോന്നാണെങ്കിലോ 2 മറിയം ഇടും. മറിയം നമ്പർ 1, മറിയം നമ്പർ 2 നമ്മൾ ഇടുവോ? ഇല്ല, നമ്മൾ വേറൊരു പേരിടും, അമ്മയുടെ പേരോ ഒക്കെ ഇടും അല്ലേ? അതാണ് അതിൻ്റെ നാട്ടു നടപ്പ്. യഹൂദരങ്ങനെ മാറ്റിയല്ല. യഹൂദർ ആ മറിയം എന്ന് തന്നെ ഇടും. രണ്ടാമത്തെ ആളെ വിശേഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? മറ്റേ മറിയം എന്ന് അല്ലേ മറിയാസ് എന്ന് ഗ്രീക്കിൽ അങ്ങനെ തന്നെ അത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷകന്മാർ മറ്റേ മറിയം എന്ന് പറയുന്നത് ആ മറിയത്തിൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ വ്യക്തമാകുന്നത്? അന്നാമ്മയ്ക്ക് ജനിച്ച
രണ്ടാം വിവാഹത്തിൽ ജനിച്ച 5 മക്കളിൽ ഒരാള് മറിയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ഈ മറിയത്തെ വേർതിരിച്ചറിയാൻ വേണ്ടി അവളെ എല്ലാവരും വിളിച്ചിരുന്ന ഏതാണ്? മറ്റേ മറിയം എന്നാണ്. ഈ മറ്റേ മറിയത്തിൻ്റെ മക്കളാണ് ആര്? യാക്കോബ്, യോസേ, യൂദ, ശെമയോൻ. മനസ്സിലാവുന്നു? അവരെ സഹോദരങ്ങൾ എന്ന് ന്യായമായും വിളിക്കാം. കാരണം എന്താ? അവർ ചേടത്തി അനിയത്തി മക്കളാണ്, അല്ലേ? മറ്റേ മറിയം എന്നവരെ വിളിക്കാമല്ലോ, സംശയമില്ലല്ലോ. അപ്പോൾ നമ്മൾ നോക്കുക, ബൈബിൾ യാതൊരു തെറ്റിദ്ധാരണയും കൂടാതെ വ്യക്തമായി പറഞ്ഞു. ഇനി ബൈബിൾ അവിടെ നിൽക്കട്ടെ. ബൈബിളിൻ്റെ സമകാലികനായ ഒരു സഭാപിതാവ് നമുക്കുണ്ട്, ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് അത് എഫേസൂസിലെ മെത്രാനായിരുന്ന അദ്ദേഹം. പരിശുദ്ധ മറിയവും യോഹന്നാനും പോയി താമസിച്ച സ്ഥലമാണ് എഫേസൂസ് എന്ന് നിങ്ങൾക്കറിയാം, ഇല്ലേ? അവിടുത്തെ സ്ഥലം മെത്രാനായ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് പറയുക, ദൈവപുത്രൻ്റെ മാതാവും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയത്തെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് പറഞ്ഞു വെക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? മാതാവ് കന്യകയാണ്. മാതാവിനെ അറിയാവുന്ന, പരിശുദ്ധ അമ്മയുടെ കുടുംബം അറിയാവുന്ന 1-ാം നൂറ്റാണ്ടിലെ സുവിശേഷകന്മാരാണ് അമ്മ കന്യകയാണെന്ന് എഴുതി വയ്ക്കുക, അല്ലേ? ഇപ്പം നമുക്ക് സംശയം തോന്നും, വേറെ പിള്ളേർ ഉണ്ടായിരിക്കാം എന്നൊക്കെ ഇപ്പം ഇരുന്ന് പറയാം. പക്ഷെ ഇത് എഴുതിയവർ, അമ്മയെ കണ്ടവർ, അമ്മയോടൊത്ത് ജീവിച്ചവർ, അമ്മയുടെ കുടുംബം അറിയാവുന്നവർ, അതിൻ്റെ ദൃക്സാക്ഷികളാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധ മറിയം നിത്യകന്യകയാണ് എന്നുള്ള സത്യം. അതുകൊണ്ട് അതിനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. വളരെ ഗഹനമാണ്, എന്നാലും വളരെ ആശ്വാസകരമായിട്ടൊരു ഉത്തരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലേ? വളരെ സന്തോഷമായി. ആരാണ് ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത്? കൊന്നക്കാട് സൺഡേ സ്കൂളിലെ ബിന്ദു ടീച്ചറാണ്. ടീച്ചർ ചോദിക്കൂ. അച്ഛൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ എങ്കിലും ഈശോ കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് പറയാൻ എന്താണ് ഇത്ര നിർബന്ധം? സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നതല്ലേ ശരി? അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? ഒരു പ്രായോഗിക ക്വസ്റ്റ്യനാണ് അച്ഛനോട്. ഒരു ആവശ്യമില്ലാത്ത പുലിവാല് പിടിക്കേണ്ട ആവശ്യമുണ്ട്, നേരെ പറഞ്ഞാൽ പോരെ എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. അതായത് ഇത് പണ്ടേ ആരെങ്കിലുമൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമായിരുന്നു, അല്ലേ? മാതാവിൽ നിന്ന് നിത്യകന്യകയായ മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചു എന്ന് പറഞ്ഞോ, ഇത്ര പിടിവാശി തന്നെ. ഇവരോടെല്ലാം വഴക്ക് കൂടിക്കൊണ്ട് നമ്മളെന്തിനാ ഈ മാതാവിൻ്റെ കന്യാത്വത്തെ ഇത്രയും ഊന്നിപ്പറയുന്നത്? ദാമ്പത്യബന്ധവും വിശുദ്ധമാണ്, ദൈവത്താൽ സ്ഥാപിതമാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ മാതാവിൽ നിന്ന് കന്യകയായ മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചു എന്ന് പറയുന്നതിന് ഒരു യോസേപ്പും മറിയവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ജനിച്ചെന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്? അന്നേരം കാലുവാരി ഇവര് വേറെ സൈഡിൽ പോയി. ടീച്ചറിന് ജനപിന്തുണയില്ല, അല്ലേ? അതായത് കുഴപ്പമുണ്ടെന്നാണ് അവർ പറയുന്നത്. കുഴപ്പമുണ്ടെന്നാണ് എൻ്റെയും അഭിപ്രായം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹത്തെ മോശമായി കരുതുന്നത് കൊണ്ടോ ദാമ്പത്യ ബന്ധം മോശമായതുകൊണ്ടോ അല്ല മാതാവിൻ്റെ കന്യാത്വത്തെയും ഈശോയുടെ കന്യാജനനത്തെയും സഭ ഊന്നിപ്പറയുന്നു. മറിച്ച് ഈശോയ്ക്ക് കന്യകാജനനമേ സാധ്യമാകുമായിരുന്നുള്ളൂ. കാരണം എന്താണ്? അവൻ പണ്ട് നിത്യതയിൽ ജനിച്ചവനാണ്. അവനെ ഇനി മറ്റൊരു പുരുഷൻ സ്ത്രീയുടെ ഉദരത്തിൽ ജനിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവും ചേർന്ന് കുഞ്ഞ് ജനിക്കുന്ന പ്രക്രിയ ഈശോയിൽ ഒരു പുരുഷന്റെ ആവശ്യമില്ല എന്ന് അച്ഛനിപ്പോൾ പറഞ്ഞു, വ്യക്തമായി. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ആവശ്യവും അവിടെ ഉണ്ടായിരുന്നോ? ഓ, നിങ്ങൾ ഇത്രയും കടന്ന് ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് സ്ത്രീയുടെ ആവശ്യം അവിടെ ഉണ്ട്. എന്താണ്? അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിക്കാൻ ഒരു മനുഷ്യ ശരീരം സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്? സ്ത്രീയിൽ നിന്നാണ് ഒരു കുഞ്ഞ് ശരീരം സ്വീകരിക്കുന്നത്. അതാണ് മാതൃത്വത്തിന് പ്രാധാന്യം ഉണ്ടാകാൻ കാരണം. അതാണ് പുരുഷ ബീജത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം എന്ത്? ഈശോ നിത്യതയിൽ ജനിച്ചവനാണ്. ജനിച്ചവനായ അവിടുത്തെ വീണ്ടും ആർക്കും ജനിപ്പിക്കാൻ
പറ്റില്ല. അതുകൊണ്ടാണ് ഈ കന്യാജനനത്തെക്കുറിച്ച് നമ്മൾ ഇത്രയും നിർബന്ധം പിടിക്കുന്നത്. മാതാവിൻ്റെ മഹത്വം ഉയർത്തി കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അല്ല കത്തോലിക്ക സഭ മാതാവ് കന്യകയായിരുന്നു എന്ന വാദത്തെ ഊന്നിപ്പറയുക. മറിച്ചത് എന്താണ്? ഈശോ സത്യമായും നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിച്ചവനായിരുന്നു എന്ന വിശ്വാസ സത്യത്തെ ഊന്നിപ്പറയണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നുള്ള ഈശോയുടെ ജനനം കന്യാജനനം ആയേ പറ്റൂ. മനസ്സിലാകുന്നു? അതുകൊണ്ടാണത്. അല്ലാതെ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുള്ള എതിർപ്പോ അല്ലെങ്കിൽ വിവാഹബന്ധത്തിലൂടെ കുഞ്ഞ് ജനിക്കുന്നത് ഒരു രണ്ടാം തരം ജനനമാണെന്നോ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുക. ഈശോയ്ക്ക് മാത്രമേ അങ്ങനെ ജനിക്കാൻ പറ്റുള്ളൂ തന്നെ. വേറെ ആർക്കും അങ്ങനെ ജനിക്കത്തില്ല. കാരണം മറ്റാരും നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിച്ചിട്ടില്ല, ഇല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ എഫ്രേം പറയുന്നുണ്ട്, നിത്യതയിൽ അമ്മയെ കൂടാതെ പിതാവിൽ നിന്ന് ജനിച്ചവൻ കാലത്തിൻ്റെ പൂർണ്ണതയിൽ അപ്പനെ കൂടാതെ അമ്മയിൽ നിന്ന് ജനിച്ചു, അല്ലേ? നിത്യതയിലെ ഈശോയുടെ ജനനത്തിൽ ആരില്ലാഞ്ഞു? അമ്മയില്ലാഞ്ഞു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ്റെ ജനനത്തിൽ അപ്പനില്ല. കാരണം അപ്പനില്ലാത്തതിൻ്റെ കാരണം എന്താ? അവന് പണ്ടേ ഒരപ്പനുണ്ട്, അല്ലേ? ഒറ്റ അപ്പന് പിറക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മളൊരാളുടെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഈശോ ഒറ്റ പിതാവേ ഉള്ളൂ ഈശോയ്ക്ക്. ഏതാണ് ആ പിതാവ്? സ്വർഗീയ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? പുഞ്ച സൺഡേ സ്കൂളിലെ ജിൻസി ടീച്ചറാണ്. ജിൻസി ടീച്ചർ ചോദിക്കോ? അച്ഛാ, കഴിഞ്ഞ ആഴ്ച കുട്ടികൾ ക്ലാസ്സിൽ സംശയം ചോദിച്ചു. പന്തക്കൂസ ദിനത്തിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോയി. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധ മറിയം ആത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകാതിരുന്നത്? അങ്ങനത്തെ ചോദ്യവും പിള്ളേർ ചോദിക്കുമോ? അതെ, പഴയ പിള്ളേരല്ലേ അല്ലേ? അതെ അതെ. മാതാവ് എന്താണ് ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ ഈശോയെ ലോകത്തിന് നൽകുക എന്നുള്ളതാണ് സുവിശേഷ പ്രഘോഷണം, അല്ലേ? അതതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിയത് ആരാണ്? മാതാവാണ്. ആ അമ്മയെ കഴിഞ്ഞ മറ്റൊരു പ്രേക്ഷിതയും ഈ ഭൂമിയിലില്ല. അക്ഷരാർത്ഥത്തിൽ ഈശോയെ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ പ്രേക്ഷിത ആരാണ്? പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ, നിങ്ങൾ മനസ്സിലാക്കുക, ഈശോയെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അപ്പസ്തോലന്മാരെ മുഴുവനും പ്രേക്ഷിത ചൈതന്യം കൊണ്ട് നിറച്ച് അവരെ ലോകത്തിൻ്റെ എല്ലാ വഴികളിലേക്കും ഇറക്കിയതാരാണ്? പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. അതിനുശേഷം ഈ പരിശുദ്ധ അമ്മ വിശുദ്ധ യോഹന്നാനോടൊത്ത് എഫേസോസിൽ പോയി സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിച്ചു എന്ന് തന്നെയാണ് സഭാ പാരമ്പര്യം പറയുക. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തി എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാനാവില്ല. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? പുഞ്ച സൺഡേ സ്കൂളിലെ ദീപ ടീച്ചറാണ് ചോദിക്കുന്നത്. ടീച്ചർ ചോദിക്കൂ. അച്ഛാ, എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ മാതാവിനെ ഒരുപാട് വിശേഷണങ്ങൾ, അതായത് സഭ വിശേഷിപ്പിക്കുന്നുണ്ട്. നിത്യകന്യകയാണ്, ദൈവമാതാവാണ്, അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണെന്നൊക്കെ. അത് സഭ മാത്രമല്ലേ അങ്ങനെ വിശേഷിപ്പിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. അതായത് ദൈവം നേരിട്ട് അങ്ങനെ ഒരു വിശേഷണം മാതാവിന് കൊടുത്തതായിട്ട് നമ്മൾ എവിടെ അങ്ങനെ കാണുന്നില്ലല്ലോ. സഭയിൽ മാത്രമല്ലേ അങ്ങനെ കാണുന്നുള്ളൂ. അതും വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്, അല്ലേ? സഭയ്ക്കെതിരായി ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാന വാദങ്ങളിലൊന്നാണിത്. ഈ മാതാവ് അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്, നിത്യകന്യകയാണ്. ഇതൊക്കെ സഭയുടെ വെറും കണ്ടുപിടുത്തമല്ലേ? ഇതൊക്കെ ബൈബിളിലും ഇല്ല, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ചുമ്മാ കുറേ മരിയ ഭക്തന്മാരായ മാർപ്പാപ്പമാരും കുറേ വിശുദ്ധന്മാരുടെ കൂടി ഇങ്ങനെ ഇതെല്ലാം കൂടെ മാതാവാണ് സർവസ്വം സ്ഥാപിച്ചെടുത്തല്ലേ എന്നാണ് ഒരു ചോദ്യം. അതിനോട് ചേർത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്വർഗാരോപണം, മാതാവിൻ്റെ സ്വർഗാരോപണം നടന്നത് ഒരു പ്രത്യേകമായൊരു കാലഘട്ടത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ ഇത് സഭയിൽ ഒരു പഠിപ്പിക്കാനും വിശ്വസിക്കാനുമായിട്ട് പ്രഖ്യാപിച്ച ഒന്നാണല്ലോ. എന്തെങ്കിലും ഒരു കാരണം അതിന് പിന്നിൽ സഭ കണ്ടെത്തിയിരുന്നു ഈ മാതാവിൻ്റെ സ്വർഗാരോപണം ഇപ്രകാരം പഠിപ്പിക്കുവാൻ വേണ്ടി? ഓക്കെ
അതായത് ഈ രണ്ട് ചോദ്യങ്ങൾക്കും പറയാവുന്ന ഉത്തരം, ഒന്ന് ടീച്ചറിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്, ഇത് ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ടെങ്കിലാണല്ലോ ദൈവിക വെളിപാടായിട്ട് സ്വീകരിക്കുക, ഇല്ലേ? പരിശുദ്ധ മറിയത്തെ ദൈവപിതാവ് മാലാഖയിലൂടെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? നന്മ നിറഞ്ഞവളെ, അല്ലേ? നന്മ നിറഞ്ഞവളെ എന്നുള്ളത് മലയാളം വിവർത്തനമാണ്. ആ വിവർത്തനത്തിൽ ഒരു പരിമിതിയുണ്ട്. ദൈവകൃപ നിറഞ്ഞവളെ എന്നല്ലേ ബൈബിളിലെ? ദൈവകൃപ നിറഞ്ഞവളെ എന്നല്ല ചോദിച്ചു. ആ ദൈവകൃപ, നമ്മൾ നന്മ നിറഞ്ഞവളെ എന്ന് പറയുന്നു, ഇനി ദൈവകൃപ നിറഞ്ഞവളെ എന്നായിക്കോട്ടെ. രണ്ടർത്ഥമാണ് എന്ന് പറയും. ഇത് രണ്ട് വിവർത്തനവും തെറ്റാണ്. നന്മ നിറഞ്ഞെന്ന് പറഞ്ഞാലും കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞാൽ അത് രണ്ടും അതിൻ്റെ അർത്ഥം പൂർണ്ണമാക്കുന്നില്ല. കെക്കരിത്തോമനെ എന്നുള്ള ഒരു ഗ്രീക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം കൃപയായവളെ എന്നാണ് അതിൻ്റെ അർത്ഥം. കൃപ നിറഞ്ഞവൾ എന്ന് പറയുന്നതും കൃപയായവൾ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? അബ്രാഹത്തോട് ദൈവം പറയുന്നുണ്ട്, അബ്രാഹമേ നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറയും. നീ മറ്റുള്ളവരെ അനുഗ്രഹിക്കൂ എന്നല്ല പറയുക, യു വിൽ ബി എ ബ്ലെസ്സിങ്, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നതുപോലെ പരിശുദ്ധ മറിയത്തോട് പറയുന്നത് എന്താണ്? നീ കൃപയാണ് മറിയമേ എന്ന് പറയും. നീ കൃപയാണ്, അല്ലാതെ നീ കുറച്ച് കൃപ നിനക്ക് കിട്ടിയെന്നോ അല്ലെ നിന്നിൽ കുറേ നന്മയുണ്ടെന്നോ അല്ല പറയുന്നത്. എന്താണ്? കൃപയായവളെ എന്നാണ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് തന്നെയാണ് എന്ത് നമ്മൾ അമലോത്ഭവം എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത്, ഇല്ലേ? കൃപയായവൾ എന്ന് പറഞ്ഞാൽ കൃപയ്ക്ക് വിരുദ്ധമായതൊന്നും അവളിലില്ല എന്ന് സ്വർഗപിതാവ് വെളിപ്പെടുത്തിയതാണ്. ആ വെളിപ്പെടുത്തിയ സത്യത്തെ തന്നെയാണ് സഭ എന്തായി പറഞ്ഞത്? അമലോത്ഭവം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഇല്ലേ? അതായത് കന്യകഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. അത് കത്തോലിക്കാ സഭ പറഞ്ഞതാണോ? അല്ല, സ്വർഗത്തിൻ്റെ ഹിതം കർത്താവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, ഇല്ലേ? ദൈവമാതാവ്, ദൈവമാതാവ് എന്നുള്ളത് ബൈബിളിൽ ഉണ്ടത് എവിടെയാണ്? എലിസബത്ത് മറിയത്തെ കാണുമ്പം പറഞ്ഞ എന്താണ്? എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഹീബ്രുവിൽ അത് കൃത്യം വിവർത്തനം ചെയ്താൽ ഉദ്ദേശിക്കുന്നത് യാവേ എലോഹിം, അവൻ്റെ അമ്മ എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് സഭയുടെ കണ്ടുപിടുത്തമാണോ? അല്ല, സ്വർഗപിതാവിൻ്റെ തന്നെ വെളിപ്പെടുത്തലാണ്. സൂര്യനെ ഉടയാടയാക്കി, ചന്ദ്രനെ പാദപീഠമാക്കി, 12 നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടം ധരിച്ച ഒരു സ്ത്രീയെ ഞാൻ സ്വർഗത്തിൽ ദർശനത്തിൽ കാണുകയാണ്. അണിഞ്ഞൊരുങ്ങിയ നവോഢയെപ്പോലെ മനോഹരിയായ സ്വർഗീയ ജെറുസലേമാകുന്ന സ്ത്രീയെ വെളിപാട് ഗ്രന്ഥകാരൻ കാണും, ഇല്ലേ? വെളിപാട് ഗ്രന്ഥത്തിലെ ഈ ദർശനങ്ങൾ, സ്വർഗം തുറന്നു, സ്വർഗത്തിൽ വാഗ്ദാന പേടകം കാണപ്പെട്ടു. വാഗ്ദാന പേടകം ആരുടെ പ്രതീകമാണ്? പരിശുദ്ധ മറിയത്തിൻ്റെ. പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ് എന്നുള്ളത് സ്വർഗം തന്നെ വെളിപ്പെടുത്തിയ സത്യമാണ്. അതുകൊണ്ട് ഓർക്കുക, ഈ വിശ്വാസ സത്യങ്ങളായി വെളിപ്പെടുത്തപ്പെട്ടവയൊന്നും സഭയുടേതോ ഏതെങ്കിലും മരിയ ഭക്തരായ മാർപ്പാപ്പമാരുടെയോ കണ്ടുപിടുത്തമല്ല. സത്യം സത്യമായും അത് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. മനസ്സിലാകുന്നു? അത് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഇനി ഇവിടെ ചോദ്യം എന്നായിരുന്നു? ഈ സ്വർഗാരോപണം പ്രഖ്യാപിച്ചതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സഭയ്ക്ക് ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരുന്നു? ആ സ്വർഗാരോപണം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഇപ്പം 1950 മാർപ്പാപ്പ ഇങ്ങനെ കയറി പ്രഖ്യാപിച്ചു. ഇതെന്തിനാണ് പ്രഖ്യാപിച്ചത്? അതിനെയാണ് സഭയുടെ വിശ്വാസ സത്യങ്ങൾ, അത് വിശ്വാസികളുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് പ്രഖ്യാപിച്ചൊരു സത്യമാണ്. അതായത് പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പ ലോകമാസകലമുള്ള രൂപതകളിലേക്ക് ഒരു ചോദ്യാവലി അയച്ചു കൊടുത്തു. പരിശുദ്ധ കന്യകാമറിയത്തെ സ്വർഗാരോപിതയായി പ്രഖ്യാപിക്കണമെന്ന് പലരും ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ രൂപതയിലെ വിശ്വാസികളുടെ അഭിപ്രായം എന്ത് ചോദിച്ചു. അതിന് ഈ 4000-ഓളം വരുന്ന രൂപതകളിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്നോ? എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ദേശത്ത് നൂറ്റാണ്ടുകളായുള്ള വിശ്വാസമാണ്
പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോഹണം. ഈ സ്വർഗാരോപണ രഹസ്യം വിശ്വാസസത്യമായി പ്രഖ്യാപിക്കണം എന്ന് ജനം ഒരു മനസ്സായി പരിശുദ്ധ പിതാവിനോട് ആവശ്യപ്പെട്ടത്. പരിശുദ്ധ പിതാവ് തൻ്റെ ബുദ്ധിയിൽ തീരുമാനിച്ചൊരു സത്യമല്ല. 1-ാം നൂറ്റാണ്ട് മുതൽ ആദിമസഭ വിശ്വസിച്ചിരുന്ന സത്യം പിന്നീട് നൂറ്റാണ്ടുകളായി പരിശുദ്ധ അമ്മയുടെ ഉറക്കത്തിരുന്നാൾ, ദ ഫീസ്റ്റ് ഓഫ് ദ ഡോർമീഷൻ ഓഫ് മേരി, പരിശുദ്ധ അമ്മയുടെ ഉറക്കത്തിരുന്നാൾ എന്ന് പറഞ്ഞാൽ അവൾ മരണത്തെ ഉറക്കമായി കരുതി സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന വിശ്വാസം പൗരസ്ത്യ സഭകളിൽ ആദ്യ നൂറ്റാണ്ടുകൾ മുതലുണ്ടായിരുന്നു. 6-ാം നൂറ്റാണ്ട് മുതലെങ്കിലും പാശ്ചാത്യ സഭയിൽ ഈ ഭക്തി പ്രചരിച്ചു. ഈ ഭക്തിയാണ് പിന്നീട് 1950 പരിശുദ്ധ പിതാവ് വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് സഭയിലെ മുഴുവൻ വിശ്വാസികളുടെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സത്യമാണ് ഏത്? സ്വർഗാരോപണ രഹസ്യം. ഇപ്പം അച്ഛൻ പറഞ്ഞപ്പോൾ ഒരു സംശയത്തിനും കൂടി ഒരു ഉത്തരം കിട്ടിയോ. അതായത് നമ്മൾ സാധാരണ എല്ലാ വിശുദ്ധരുടെയും തിരുനാളുകൾ ആഘോഷിക്കുന്ന അവരുടെ മരണ തിരുനാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, മാതാവിൻ്റെ നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ ഒരിക്കലും മരണത്തിരുന്നാൾ അങ്ങനെ ആഘോഷിക്കാറില്ലല്ലോ. മാതാവിന് നമ്മൾ പല തിരുനാളുകൾ ആഘോഷിക്കുന്നത്. അപ്പം അച്ഛൻ ഇപ്പോൾ പറഞ്ഞില്ലേ മാതാവിൻ്റെ അത് ആ ഉത്തരം ഇപ്പോൾ കിട്ടിയപ്പോൾ ഇതിൻ്റെ ഒരു ഓക്കെ. മാതാവിൻ്റെ മരണത്തിരുനാൾ നമ്മളെ സംബന്ധിച്ച് എന്താണ്? അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ തന്നെയാണ്. യെസ്, താങ്ക് യു അച്ഛ. ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഈ ചർച്ചകൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു? വളരെ നല്ലതായിരുന്നു. നമ്മുടെ സൺഡേ സ്കൂളിൽ കുട്ടികളുമായി കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നിങ്ങളെ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. സഹായിച്ചു. ഇനിയും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ക്ലാസ് കേട്ടതിൻ്റെ ബാക്കിയായി ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകുമായിരിക്കും അല്ലേ? തീർച്ചയായും ഷാലോം ടിവിയുടെ ഈ പരിപാടിയിൽ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളെ കാണാൻ വേണ്ടി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അവരുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കുട്ടികൾ ഒത്തിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷം ഷാലോമിലേക്ക് എഴുതി അറിയിക്കണം. അത് കൂടുതലായി വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ കത്തുകൾ എടുക്കുന്നതിനും അതിനുള്ള മറുപടി തീർച്ചയായും അച്ഛൻ പറയുന്നതായിരിക്കും. ഇതിനോടകം തന്നെ ഒട്ടനവധി ആളുകൾ അവരുടെ സംശയങ്ങൾ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്നും എഴുതി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് വളരെ മനോഹരമായി പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം വളരെ മനോഹരമായി നമുക്ക് ഉത്തരങ്ങൾ നൽകിയ, നമ്മൾ പഠിപ്പിച്ച സ്നേഹമുള്ള ജോസഫ് അച്ഛന് ഷീകാറ്റിൻ്റെ പേരിൽ ലോകമെമ്പാടുള്ള എല്ലാ പ്രേക്ഷകരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ ഈ സൺഡേ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരുടെയും പേരിലുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. വളരെ ഹൃദ്യമായി എന്നാൽ ചിന്തിച്ചും കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കണമെന്നുള്ള താല്പര്യത്തോടെയും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ചർച്ചയിൽ പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത കൊന്നക്കാടെയും പുഞ്ചയിലെയും സൺഡേ സ്കൂൾ അധ്യാപകരായ നിങ്ങൾക്കും ഷീകാറ്റിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈ എപ്പിസോഡുകൾ ശ്രദ്ധിക്കുകയും ഞങ്ങളോടൊപ്പം പഠിക്കുകയും ചെയ്ത ഷാലോമിൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരോടും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് എഴുതുകയും നിങ്ങളുടെ സംശയങ്ങൾ എഴുതി ചോദിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഷീകാറ്റ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. നന്ദി.